അഗ്നിശോധനയിൻ നടുവിൽ ഞാൻ തളർന്നു പോകാതെ, അഗ്നിശോധനയിൻ നടുവിൽ ഞാൻ തളർന്നു പോകാതെ, സാന്ത്വനമാം തിരുമൊഴികൾ എന്റെ ഉള്ളത്തെ തണുപ്പിക്കയാൽ, സാന്ത്വനമാം തിരുമൊഴികൾ എന്റെ ഉള്ളത്തെ തണുപ്പിക്കയാൽ. കൃപമതിയെ തിരുകൃപമതിയെ തവ സ്നേഹവും കരുണയും മതിയെനിക്ക്. തിരുകരങ്ങളിൽ ഞാൻ ദിനം ചാരിടുവേ, തിരുമാർവിടം എനിക്കു മറവിടമാ, തിരുമാർവിടം എനിക്കു മറവിടമാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 45 സങ്കീർത്തനം 17 വാക്യം. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും, അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഈ ലോകത്ത് മനുഷ്യർ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം മറക്കപ്പെടാതെ ജീവിക്കുക, നല്ലൊരു പേര് ശേഷിപ്പിക്കുക എന്നതാണ്. എന്നാൽ മനുഷ്യരുടെ പേരുകൾ കാലത്തിനൊപ്പം മായ്ക്കപ്പെടാം. എന്നാൽ ദൈവത്തിൻ്റെ നാമം എന്നും നിലനിൽക്കുന്നതും തലമുറകളിലൂടെ പകരപ്പെടുന്നതുമാണ്. മനുഷ്യരുണ്ടാക്കുന്ന മഹത്വം താൽക്കാലികമാണ്. രാജാക്കന്മാരും ഭരണാധികാരികളും പ്രശസ്തരും മായ്ക്കപ്പെടാം. എന്നാൽ ദൈവത്തിൻ്റെ നാമം ഇന്ന് ജീവിക്കുന്നു, നാളെയും ജീവിക്കും, നിത്യകാലത്തേക്കും ജീവിക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലേക്കും ഓർക്കുമാറാക്കുമെന്നത് ദൈവത്തിൻ്റെ മഹത്വം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന വസ്തുത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. നമ്മുടെ ജീവിതങ്ങളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെയും, നമ്മുടെ സാക്ഷ്യ ജീവിതത്തിലൂടെയും, നമ്മുടെ സ്നേഹ അനുഭവങ്ങളിലൂടെയും നമുക്ക് ദൈവത്തിൻ്റെ നാമത്തെ എല്ലാ തലമുറകളിലേക്കും ഓർക്കുമാറാക്കാം. ഇന്നത്തെ നമ്മുടെ വിശ്വാസം നാളത്തെ തലമുറയെ രൂപപ്പെടുത്തും. ഒരു ദൈവഭക്തനായ മനുഷ്യൻ്റെ ജീവിതം തലമുറകൾക്ക് അനുഗ്രഹമാകുന്നു. നമ്മൾ ചെറിയവരായി തോന്നിയാലും നമ്മുടെ സാക്ഷ്യം ലോകത്തെ സ്വാധീനിക്കും. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ നാമം തലമുറയിലേക്ക് പകരപ്പെടുവാൻ ഇടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം നിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.